അള്ളാഹുവിന്റെ ആജ്ഞകൾ ശിരസാ വഹിക്കുകയും അള്ളാഹു വിരോധിച്ച കാര്യങ്ങൾ വർജിക്കുകയും ചെയ്യുന്നതിനാണ് തഖ്വ എന്ന് പറയുന്നതെങ്കിൽ ആ തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്തിനെ പൂർണ്ണമായി അനുസരിച്ചവനായി, അവൻ അഹ്ലുസുന്നയായി. എന്നാൽ അതുകൊണ്ട് മതിയാക്കാൻ പറ്റില്ല. കാരണം നബി തങ്ങളിൽ നിന്ന് നേരിട്ട് ഇക്കാര്യം കേട്ടവരും കണ്ടവരും പഠിച്ചവരും നബി തങ്ങളിൽ നിന്ന് ഒപ്പിയെടുത്തവരും പകർത്തിയെടുത്തവരും സ്വഹാബത്തുൽ കിറാമാണെങ്കിൽ ആ സ്വഹാബത്തുൽ കിറാം അതേ ദീനിനെ നബി തങ്ങൾ സ്വഹാബത്തിനെ ഏൽപ്പിച്ചതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ശേഷം മഹത്തുക്കളായ സ്വഹാബത്തുൽ കിറാം വിശ്വസ്തരായ ഒരു വിഭാഗത്തിന്റെ കയ്യിലാണ് ദീനിനെ ഏൽപ്പിച്ചത്. അവരാണ് താബികൾ എന്ന് പറയുന്നത്. അവരും അതേപോലെ വിശ്വസ്തരായ ഒരു വിഭാഗത്തിന് ഏൽപ്പിച്ചു. അവരാണ് തബഉ താബികൾ എന്ന പേരിൽ അവർ നാമത്തിൽ അറിയപ്പെടുന്നത്. അങ്ങനെ ഖിയാമത്ത് നാൾ വരെ സത്യസന്ധരായ ഒരു വിഭാഗത്തിലൂടെ കൈമാറി 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 പോരുന്നതാണ് പരിശുദ്ധ ദീൻ. അതുകൊണ്ട് അല്ലാഹു പറഞ്ഞു വകൂനൂ മഅസ്സാദിഖീൻ. അല്ലാഹു പറയുന്നത് നിങ്ങൾ മുത്തഖിങ്ങളായി ജീവിക്കണമെന്ന് പറഞ്ഞ് മതിയാക്കുകയല്ല. വകൂനൂ മഅസ്സാദിഖീൻ, നിങ്ങൾ പരമസത്യവാന്മാരുടെ കൂടെ നിൽക്കണം. ആരാണ് ആ സത്യവാന്മാർ? അല്ലാഹു തആല പറഞ്ഞു വസാബിഖൂനൽ അവ്വലൂന മിനൽ മുഹാജിരീന വൽ അൻസാർ വല്ലദീന തബഊഹും. മുഹാജിറുകളും അൻസാറുകളും ഉൾപ്പെടെയുള്ള മഹത്തുക്കളായ സ്വഹാബത്തുൽ കിറാം വല്ലദീന തബഊഹും ബിഇഹ്സാൻ, അവരോട് അതേപടി പിൻപറ്റിപ്പോന്ന ആളുകൾ, ഖിയാമത്ത് നാൾ വരെയുള്ള മുത്തബീങ്ങൾ, ആ സ്വഹാബത്തിനെ അനുസരിച്ചവർ, അവരെ കയ്യിൽ നിന്ന് പരിശുദ്ധ ദീനിനെ നേരിട്ട് വാങ്ങിയവർ, അവരിൽ നിന്ന് വാങ്ങിയവർ, അങ്ങനെ സത്യസന്ധരുടെ ഒരു സരണി ഖിയാമത്ത് നാൾ വരെ ഇവിടെ നിലനിൽക്കണം. അവരാണ് ഖുർആൻ പറഞ്ഞിട്ടുള്ള സാദിഖീങ്ങൾ. എല്ലാ കാലത്തുമുള്ള മുഅ്മിനീങ്ങളോട് അള്ളാഹു വിളിച്ചു പറയുന്നു, ഈ കാലത്തെ മുഅ്മിനും അത് ഭാഗമാണ്. മുഅ്മിനീങ്ങളെ, നിങ്ങൾ മുത്തഖീങ്ങളായി ജീവിക്കണം. പോരാ, നിങ്ങൾ സത്യവാന്മാരെ കൂടെ നിൽക്കണം. അത് എല്ലാ കാലത്തുമുള്ള മുഅ്മിനീങ്ങളോട് അല്ലാഹു പറയുമ്പോൾ സത്യവാന്മാരുടെ ഒരു ശൃംഖല ഖിയാമത്ത് നാൾ വരെ ഇവിടെ നിലനിൽക്കൽ ആവശ്യമാണ്. അവരാണ് ഖുർആൻ പറഞ്ഞിട്ടുള്ള വല്ലദീന തബഊഹും, മുഹാജിറുകളും അൻസാറുകളും ഉൾപ്പെടെയുള്ള സ്വഹാബത്തിനോട് താബീയങ്ങളായി പോന്നവർ, അവരെ അനുഗമിച്ച് അനുസരിച്ച് പോന്നിട്ടുള്ള ആ വിഭാഗം ഖിയാമത്ത് നാൾ വരെ ഇവിടെ നിലനിൽക്കുന്നു. റളിയല്ലാഹു അൻഹും, അള്ളാഹുവിന്റെ സപ്പോർട്ടാണ് അവർക്ക്. അള്ളാഹു അവരെ പൊരുത്തപ്പെട്ടിരിക്കുന്നു. വറളൂ അൻഹു, അവരെ അള്ളാഹുവിനെയും പൊരുത്തപ്പെട്ടിരിക്കുന്നു. ഈ വിഭാഗത്തെ മറ്റൊരു സ്ഥലത്ത് അള്ളാഹു പറഞ്ഞത് ഉലൈക ഹിസ്ബുല്ലാഹ്, പരസ്പരം പൊരുത്തപ്പെട്ട ഈ പാർട്ടി അള്ളാഹുവിന്റെ പാർട്ടിയാണ്. അലാ ഇന്ന ഹിസ്ബല്ലാഹി ഹുമുൽ മുഫ്ലിഹൂൻ, അള്ളാഹുവിന്റെ പാർട്ടിക്ക് മാത്രമേ ഇവിടെ വിജയമുള്ളൂ എന്ന് അള്ളാഹു തആല പറഞ്ഞെങ്കിൽ ആ സരണിയാണ് ജമാഅത്തിന്റെ പരിപൂർണമായ രൂപം. അഹ്ലുസ് സുന്നത്തി വൽ ജമാഅ എന്ന് പറയുന്ന ജമാഅത്ത് സ്വഹാബത്ത് തൊട്ട് ഖിയാമത്ത് നാൾ വരെ നീണ്ടുകിടക്കുന്ന ആ പരമ്പരയാണ്. അതേ പാരമ്പര്യത്തിലൂടെയാണ് ഇവിടെ പരിശുദ്ധ ദീൻ വരേണ്ടത്. ഏതെങ്കിലും കുറെ ആളുകൾ എവിടെങ്കിലും ഒരുമിച്ച് കൂടി എന്തെങ്കിലും കൂയി വിളിച്ചാൽ അത് ദീനല്ല. അത് തൃശ്ശൂരിലെ പൂരം പോലത്തെ ഒരു പൂരമായിട്ടല്ലാതെ നമുക്ക് ആ സമ്മേളനത്തെ കാണാൻ കഴിയില്ല. നാം മനസ്സിലാക്കണം, ഇവിടെ ലോകത്ത് എന്തെല്ലാം നടമാടിക്കൊണ്ടിരിക്കുന്നു. ആ കൂട്ടത്തിൽപ്പെട്ട ഒന്നാണ് ഇവിടെ നടന്നിട്ടുള്ള താണ്ഡവം. അല്ലാതെ യഥാർത്ഥമായ ദീൻ പറയാൻ ഇവർക്ക് അവകാശമില്ല. എങ്ങനെ അവകാശമുണ്ട്? ദീനുമായി ബന്ധപ്പെടാൻ അവർക്കുള്ള കണ്ണി എന്താണ്? മഹാനായ നബി തങ്ങളുമായി ബന്ധപ്പെടുന്ന ഒരു കണ്ണി ഈ കൂട്ടർക്ക് ഇല്ലേ? ഇല്ല, യാതൊരു സംശയവും നിങ്ങൾക്ക് വേണ്ട. കാരണം ഇവരുടെ മുതുമുത്തപ്പനായ ഈ കേരള മണ്ണിൽ വഹാബിസം കൊണ്ടുവന്ന KM മൗലവി എന്ന് പറയുന്ന മനുഷ്യൻ, ആ മനുഷ്യൻ ഈ സരണിയെ പൊട്ടിച്ചു വലിച്ചെറിഞ്ഞ മനുഷ്യനാണ്. കാരണം അദ്ദേഹത്തിന്റെ ചരിത്രം നിങ്ങൾക്കറിയാമോ? അയാൾ ആരുടെ ശിഷ്യനാണ്? ബഹുമാനപ്പെട്ട ചാലിലകത്ത് കുഞ്ഞഹമ്മദ് ഹാജി നവ്വറല്ലാഹു മർഖദഹു വനഫഅനാ ബിഹി ആമീൻ, മഹാനവറുകളുടെ നേരെ ശിഷ്യനാണ് ഈ പറയുന്ന മനുഷ്യൻ. എന്നാ കുഞ്ഞഹമ്മദ് ഹാജി ഇയാളുടെ മദ്ഹബായിരുന്നോ? ഇയാളുടെ പ്രസ്ഥാനമായിരുന്നോ കുഞ്ഞഹമ്മദ് ഹാജിക്കുണ്ടായിരുന്നത്? വഹാബികൾ പറയും അതെ, കുഞ്ഞഹമ്മദ് ഹാജിയുടെ അതേ വഴിയിലാണ് ശിഷ്യൻ നിന്നിരുന്നത്. പറയാനൊക്കുമോ? ആ കുഞ്ഞഹമ്മദ് ഹാജിയിൽ നിന്ന്
പരിശുദ്ധ ദീനിനെ നേരിട്ട് പഠിച്ച മഹൽ വ്യക്തിയാണ് ഖുത്ബി മുഹമ്മദ് മുസ്ലിയാർ നവ്വറല്ലാഹു മർഖദ. അതേപോലെ തന്നെ ബഹുമാനപ്പെട്ട ചെറുശ്ശേരി അഹമ്മദ് കുട്ടി മുസ്ലിയാർ നവ്വറല്ലാഹു മർഖദ. ഈ മഹാന്മാരൊക്കെ, ആയിഞ്ചേരി അബ്ദുറഹ്മാൻ മുസ്ലിയാർ നവ്വറല്ലാഹു മർഖദ, അവരെല്ലാം കുഞ്ഞഹമ്മദ് ഹാജിയുടെ ശിഷ്യന്മാരിൽപ്പെട്ടവരാണ്. ഇവരുടെ സഹപാഠിയായി പഠിച്ച, ആ ദർസിൽ പഠിച്ച ഒരാളായിരുന്നു ഈ കെ എം മൗലവി എന്ന് പറയുന്ന മനുഷ്യൻ. എന്താ ഇയാൾക്ക് കെ എം മൗലവി എന്ന് പറയുന്നത്? തയ്യിൽ മമ്മൂട്ടി മൗലവിയാ ഇയാൾ സാധനം. തയ്യിൽ മമ്മൂട്ടി മൗലവി. ഇതെങ്ങനെ കെ എം മൗലവി ആയത്? ബഹുമാനപ്പെട്ട കുഞ്ഞഹമ്മദ് ഹാജിയുടെ കാത്തിബായിരുന്നു ഇയാൾ. കാരണം ഇയാൾ ആ നാട്ടുകാരനാ. കുഞ്ഞഹമ്മദ് ഹാജി തിരൂരങ്ങാടിക്കാരനാണ്, ഇയാളും തിരൂരങ്ങാടിക്കാരനാണ്. അയാളായിരുന്നു ശിഷ്യനായിരുന്നപ്പോൾ കുഞ്ഞഹമ്മദ് ഹാജിയുടെ എഴുത്തുകളൊക്കെ എഴുതിയിരുന്നത്. അതുകൊണ്ട് കാത്തിബിന്റെ കെയും മമ്മൂട്ടിയുടെ എമ്മും എടുത്താണ് കെ എം മൗലവി എന്ന് പറഞ്ഞ ആ പേര് ഇവിടെ നാം അറിയുന്നത്. ആ കുഞ്ഞഹമ്മദ് ഹാജി എന്ന് വഫാത്തായി 1919 മഹാനായ കുഞ്ഞഹമ്മദ് ഹാജി വഫാത്താകുന്നത്. അന്ന് വഹാബിസം ഇവിടെ കേരളത്തിലില്ല. പിന്നെ എവിടുന്നാണ് ഈ സാധനം വരുന്നത്? ഇത് 21 മാപ്പിള ലഹള ഉണ്ടായി, എല്ലാവർക്കും അറിയാം. ആ ലഹളക്ക് നേതൃത്വം കൊടുത്ത മഹാനായിരുന്നു ബഹുമാനപ്പെട്ട ആലി മുസ്ലിയാർ. മഹാനവറുകൾ വലിയ പണ്ഡിതനാണ്, ധാരാളം ഹദീസിൽ തന്നെ വലിയ പാണ്ഡിത്യമുള്ള മഹാൽ വ്യക്തിയാണ്. ബഹുമാനപ്പെട്ട ആലി മുസ്ലിയാരുടെ ചെറിയൊരു ശിഷ്യത്വവും ഈ കെ എം മൗലവിക്ക് ഉണ്ടായിരുന്നു. ആലി മുസ്ലിയാർ, അതേപോലെ വാരിയംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി, അവരൊക്കെ ആ ലഹളക്ക് നേതൃത്വം കൊടുത്തപ്പോൾ ഇവരുടെ പിന്നാലെ കൂട്ടത്തിൽ ഈ മനുഷ്യനുണ്ടായിരുന്നു. പക്ഷേ ഇയാള് പോലീസിന്റെ പിടുത്തത്തിൽ നിന്ന് ഒളിച്ചോടിപ്പോയി. എവിടെയാണ് ഒളിച്ചോടിപ്പോയത്? തൃശ്ശൂർ ജില്ലയുടെ തെക്കേറ്റം കൊടുങ്ങല്ലൂർ. ഈ കൊടുങ്ങല്ലൂരിൽ പോയി കുറെ കാലങ്ങൾ അയാൾ ഒളിച്ചിരുന്നു. ആ ഒളിച്ചിരിക്കുന്ന സമയത്ത് ഇയാൾക്ക് വേറെ ജോലിയൊന്നും, ഡ്യൂട്ടിയൊന്നുമില്ല. അപ്പൊ ഇയാൾ എന്തു ചെയ്തു? സൗദി അറേബ്യയിൽ അന്ന് വഹാബിസം ഇങ്ങനെ വരുന്ന കാലഘട്ടമാണ്. ആ കാലഘട്ടത്തിൽ അവിടുന്ന് പുറപ്പെടുന്ന പത്രങ്ങളും മാസികകളും ഒക്കെ ഇയാൾക്ക് അവിടെ ലഭിച്ചു. അയാൾ അതിങ്ങനെ വായിച്ച് ആ പുസ്തകങ്ങളിൽ നിന്ന് ഇയാൾക്ക് കയറിക്കൂടിയതാണ് ജിന്നുകൂടുക എന്ന് പറയല്ലോ. അപ്പൊ അവരും അംഗീകരിച്ച ജിന്നുകൂടൽ. അങ്ങനെ കൂടിയതാണ് ഇയാൾക്ക് ഈ വഹാബിസം എന്നല്ലാതെ ഉസ്താദിൽ നിന്ന് കിട്ടിയതല്ല. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, യഥാർത്ഥ ഉസ്താദിൽ നിന്ന് കിട്ടേണ്ടുന്ന ദീനിനെ ഇയാൾ കിട്ടിയ ദീനിനെ മാറ്റിവെച്ച് പുസ്തകങ്ങളിൽ നിന്ന് അയാൾ സ്വമേധയാ കണ്ടെത്തിയ ദീനാണ് ഈ കേരളത്തിലെ മനുഷ്യന്മാരോട് ഇയാൾ പറഞ്ഞു കൊടുത്തത്. അങ്ങനെ ഒരു വിഭാഗത്തൊരു വിങ്ങിനെ അയാൾ പടച്ചുണ്ടാക്കി. അതിൻ്റെ മക്കളാണ് ഇന്ന് നാം കാണുന്ന ഈ വഹാബിസം. എന്നല്ലാതെ കേരളത്തെ സംബന്ധിച്ച് പറയുമ്പോൾ തന്നെ ഇവിടത്തെ വഹാബികൾക്ക് പാരമ്പര്യമില്ല. ഇവിടത്തെ വഹാബികൾക്ക് നബിത്തങ്ങളുമായി മുട്ടുന്നൊരു സനദില്ല. പരിശുദ്ധ ഇസ്ലാമിന്റെ അടിത്തറ തന്നെ സനദിലാണ് നിലനിൽക്കുന്നത്. അതുകൊണ്ട് ആ സഹീഹ് മുസ്ലിമിന്റെ ആമുഖത്തിൽ തന്നെ പറഞ്ഞിട്ടുള്ള ഹദീസ് എന്താണ്? ഇന്നമൽ ഇസ്നാദു മിനദ്ദീൻ. നിശ്ചയം സനദ് എന്ന്